ഹലോ മച്ചാമാരെ, എല്ലാവർക്കും മണ്ണുമാന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ടിങ്കിൾ മച്ചാനും നിലവിലുള്ളതെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഒരു മണ്ണുമാന്തി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഇതെന്ന് പറയുമ്പോൾ വെള്ള കളറൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും JCB തന്നെ വെള്ള കളർ അടിച്ചിട്ടേക്കണാണോ എന്ന് ഓർക്കും. പക്ഷേ ഇത് JCB അല്ല. ഇതെന്ന് പറയുമ്പോൾ 2007 മോഡൽ, 2004 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയിൽ വന്നിട്ടുള്ളതും കേരളത്തിൽ 2005 ശേഷമുള്ള വന്നേക്കുന്ന ടെറക്സ് വെക്ട്ര എന്ന് പറയുന്ന ഫസ്റ്റത്തെ ടർബോ ചാർജിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്കം കൂവുന്ന പോലെ കൂവുന്ന കാലെടുത്ത് കൊടുത്ത് അയക്കുമ്പോഴത്തേക്കും ഒരു സൗണ്ട് ഉണ്ടാവും. ആ ഒരു സൗണ്ടുള്ള ഒരു നല്ലൊരു ബാക്ക് ലോഡറാണ് ഇത്. പിന്നെ 2005 മുതൽ ഇവിടെ വന്നിട്ട് 2009 വരെ ടെറക്സ് വെക്ട്ര എന്ന പേരിലും, അതിനുശേഷം 2010 ശേഷം 2017 വരെ ടെറക്സ് എന്ന ഒരു ബാഡ്ജിലും വന്നു. അതിനുശേഷം ഇപ്പോൾ മാനിറ്റോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിലാണ് ഈ ഒരു മെഷീൻ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ടെറക്സ് വെക്ട്ര 2007 മോഡലിൻ്റെ ഒരു വിശേഷങ്ങൾ എന്നാക്കിയാന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിൽ വന്നേക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഏകദേശം മിക്ക എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഇതിലൊരു ലോഡർ എന്നാണ് പറയുന്നത്. JCBയുടെയും ബാക്ക്ഹോയുടെയും ഒരു ലോഡർ എന്ന് പറയും. ഫ്രണ്ട് ലോഡർ അല്ലെങ്കിൽ ഡോസർ എന്ന് പറയും ഫ്രണ്ടിലത്തെ. ഈ ഡോസർ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 2 ഹെവി ആയിട്ടുള്ള ഒരു ആം സ്ട്രക്ചറിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്ന പേരാണ് ലോഡർ ആം എന്ന് പറയും. ഈ ലോഡർ ആം അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചേക്കണതാണ്. 2 സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും വരുന്നുണ്ട്. സെയിം ഇത് തന്നെയാണ്, 2 സൈഡിലും ലോഡർ ആം വരുന്നുണ്ട്. ഈ ലോഡർ ആം ഇതിലേക്ക് വന്നേക്കുന്ന JCBനെ അപേക്ഷിച്ച് ഇതിനൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ഇതാണ് വ്യത്യാസമുള്ളത്. ഇതിന് ഈ സെൻറ്ററിൽ ലോഡർ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സിലിണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ സിലിണ്ടർ റാമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിലിണ്ടർ റാം അത്യാവശ്യം നല്ലൊരു പവറുള്ളൊരു സിലിണ്ടർ റാമാണ്, നല്ല വലിയൊരു സിലിണ്ടർ റാമാട്ടോ കൊടുത്തേക്കുന്നത്. ആ പുറകിലത്തെ ബാക്ക് എക്സ്കവേറ്റർ കൈക്ക് വന്ന സൈസ് സെയിം സിലിണ്ടറാണ് കൊടുത്തിരിക്കുന്നത്, വലിയൊരു സിലിണ്ടറാണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന അതിൻ്റെ ലിങ്ക് കാര്യങ്ങളാണ്, ലോഡറിലേക്കുള്ള ലിങ്കും കാര്യങ്ങളും, ലിങ്ക് ഇട്ടേക്കുന്ന അതിൻ്റെ പിന്ന് കാര്യങ്ങൾ, പിന്നും ബുഷും ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു 7 അടി വീതിയുള്ളൊരു ലോഡറാണ്. അടുത്ത ലിങ്ക് പോകുന്നതെന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള ആമിൻ്റെ സ്ട്രക്ചറിലേക്കുള്ള ഒരു സപ്പോർട്ടായിട്ടുള്ള ലോഡറിൻ്റെ ആ ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ലിങ്ക് ഈ വരുന്നത് കാണുന്നുണ്ട്. അതിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്ത നമ്മുടെ ലോഡർ റാമിൻ്റെ മെയിനായിട്ടും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു സിലിണ്ടർ കാണുന്നുണ്ട്. ഈ കാണുന്ന ഒരു റെഡ് പോർഷനാണ് ഇതിൻ്റെ സിലിണ്ടർ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് വെച്ച് ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലോക്കാണ് ഈ കാണുന്നത്. ഈ ലോക്ക് ഇട്ടിട്ട് വേണം പണിയാനായിട്ട്. അതിൻ്റെ ഉള്ള വാണിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സേഫ്റ്റിയും കാര്യങ്ങളും അതിൻ്റെയൊക്കെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടെറക്സ് വെക്ട്രയുടെ ആ ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ, അതിൻ്റെ ബാഡ്ജ് എംബ്ലവും കാര്യങ്ങളൊക്കെ വരുന്നത് ടെറക്സ് വെക്ട്ര. നിലവിൽ ഇത് ഇന്ത്യൻ മെയ്ഡ് വണ്ടിയല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു മെഷീനാണ് വരുന്നത്. ഇത് വരുന്നതെന്ന് പറയുമ്പോൾ എൻജിൻ എന്ന് പറയുമ്പോൾ കിർലോസ്കറിൻ്റെ എൻജിനാണ്. 1040 TC എന്ന് പറയുന്ന ഒരു എൻജിനാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടിരിക്കുന്നത്. ഇത് നിലവിൽ 67 kW എന്ന് പറയുമ്പോൾ 90 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബോ ചാർജ്ഡ് 4 സിലിണ്ടർ ഡീസൽ എൻജിനാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ കാണുന്ന കേട്ടോ 4 സിലിണ്ടർ ഡീസൽ എൻജിൻ, 1040 TC ടർബോ ചാർജ്ഡ് എൻജിൻ. അത്യാവശ്യം ഈ ഒരു എൻജിനിൽ നിന്ന് കേട്ടോ മറ്റേ ഫസ്റ്റ് എന്താ പറയണേ, JCBയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു എൻജിൻ സൗണ്ടോട് കൂടി വന്ന ഇത് കാല് കൊടുത്ത് അയക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മൾ ഏതൊരു ഡോസ് ചെയ്യുമ്പോഴാണേലും വണ്ടി നമ്മൾ റണ്ണിങ്ങിൽ പോകുമ്പോഴാണേലും
വണ്ടി കാല് കൊടുത്തിട്ട് നമ്മൾ അയക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ഒരു കുറുക്കം കൂന്ന പോലെ. കുറുക്കം വണ്ടി എന്നാണ് വണ്ടി ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈഡ്രോളിക് പമ്പ് കാര്യങ്ങൾ സംഗതികൾ, ഓയിൽ ഒഴിക്കുന്ന സംഗതികളെല്ലാം വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇതിൻ്റെ നേരെ പുറകുവശത്ത് ഈ ഗ്രില്ലിൻ്റെ അടിവശത്തായിട്ടാണ് ഇതിൻ്റെ ഹൈഡ്രോളിക് പമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പുതിയ മോഡലിന് അതെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, എല്ലാം മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോണറ്റ് പൊക്കി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടിരിക്കുന്നത് ഈ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഇത് വരുന്നത്. ഇങ്ങനെ ഈ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡീസൽ ടാങ്കാണ് ഈ കാണുന്നത്. ഒരു 100-120 ലിറ്ററൊക്കെ കൊള്ളുന്ന ഒരു അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു നല്ലൊരു ഇരുമ്പിൻ്റെ ഒരു സ്ട്രക്ചറോട് കൂടിയ ഇതിലെ ചവിട്ടുപടികളൊക്കെ ഉള്ളൊരു ടാങ്കിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബോക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ബാറ്ററിയുടെ ബോക്സിൻ്റെ കാര്യങ്ങൾ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി സെറ്റ് ഇരിക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ഉള്ളിലാണ് ബാറ്ററി സെറ്റ് ഇരിക്കുന്നത്. ആ ബാറ്ററിയുടെ കേസിൻ്റെ സൈഡിൽ കൂടി കയറി പോകാനുള്ള ചവിട്ടുപടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് നല്ല ബോണറ്റ് എന്ന് പറയുമ്പോൾ ഈ തകിടൊന്നുമല്ല, ഒരു ഫൈബർ കേസിൽ ഇതുപോലെ ഗേജൊക്കെ വെച്ചുണ്ടാക്കിയേക്കണതാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഉള്ള ഒരു വരുന്നൊരു ബോണറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലോഡറാമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ മെയിൻ ഫ്രെയിമിലേക്കട്ടെ, ഇത് ചേസിസിൽ തന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഈ കാണുന്നത്. അതിൽ അത്യാവശ്യം നല്ലൊരു പിന്നൊക്കെ ഇട്ടിട്ട് ഇത് ടൈപ്പ് ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഫ്രണ്ട് വീല് JCBനെ അപേക്ഷിച്ച് വളരെ വലിപ്പം കൂടിയതാട്ടോ. ഇതിന് ശരിക്കും വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു റിയർ ഡിസൈനുള്ള ഒരു വീല് തന്നെയാണ് ഈ ഫ്രണ്ടിലും വരുന്നത്. ഇതിപ്പം ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഡിസ്കിനും വീതിയുണ്ട്, ഡിസ്കിനും സൈസ് ഉള്ളതാണ്. അത്യാവശ്യം നല്ലൊരു ലുക്കായിരുന്നു. ആ ഒരു 2005-2006 കാറ്റഗറിയിൽ ഈ ഒരു വണ്ടി ഇറങ്ങിയെന്ന് പറയുമ്പോൾ നല്ലൊരു ലുക്കോട് കൂടിയായിരുന്നു ഈ വണ്ടി വന്നിരുന്നത്. നല്ല രാജകീയ ലുക്കായിരുന്നു. ആ ഫ്രണ്ടിലത്തെ ടയർ കാണുമ്പോൾ എല്ലാവരും ഓർക്കും 4x4 JCB സൂപ്പറിനൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെറ്റപ്പാണ് നടക്കും. പക്ഷേ ഇതിന് ഫ്രണ്ട് ഹൗസിങ് ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട് ഹൗസിങ് ഉള്ള മോഡൽ വേറെ ഉണ്ട്, പക്ഷേ അല്ലാത്ത വണ്ടിക്ക് ഇത് സെയിം ടയർ തന്നെയാണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ ടയറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 12.5/80-18 എന്ന് പറയുന്ന ഒരു ഡിസ്ക് സൈസ് ടയർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. 12.5/80-18 എന്ന് പറയുന്ന ഒരു ഇതാണ് ഫ്രണ്ട് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ആക്സില് കാര്യങ്ങൾ, ഇതിൻ്റെ ലിങ്കൊക്കെയാണ് വരുന്നത്. മെയിൻ ആക്സ് ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ, ഇതിൻ്റെ ലിൻഡിൽ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. ഈ ഒരു ഒറ്റ റാഡാണ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. പുതിയ JCBക്കൊക്കെ ഇവിടെ 2 സൈഡിൽ ഹൈഡ്രോളിക്കിൻ്റെ സിലിണ്ടർ വെച്ചിട്ടാണ് തിരിക്കുന്നത്. ഇതിന് വരുന്ന വണ്ടി നമ്മൾ തിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഒരൊറ്റ സിലിണ്ടറാണ്. അതെന്ന് വെച്ചാൽ മാസ്റ്റർ സിലിണ്ടറാണ്. അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ചെറിയ കുട്ടി സിലിണ്ടർ. ഈ ഒരൊറ്റ കുട്ടി സിലിണ്ടറിൽ നിന്നാണ് നമ്മുടെ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഹൈഡ്രോളിക് ഓയിലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഒറ്റ ഇതിലേക്ക് വരുന്ന തള്ളവും റിവേഴ്സ് വലിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് വീല് ഇത്രയും ഒരു പവർഫുള്ള വലിയൊരു വീല് തിരിയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ടോപ്പിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ എയർ ഫിൽറ്ററിൻ്റെ ബ്രീത്തർ കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് പൊടി ക്ലീൻ ചെയ്യാനുള്ള എയർ ക്ലീനർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സൈലൻസർ വരുന്നത്. അത്യാവശ്യം സൈലൻസർ നേരെ മേലോട്ട് പിടിപ്പിച്ചേക്കോട്ടോ. പിന്നെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു 2 ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ 2 ലൈറ്റ് കാര്യങ്ങൾ ടോപ്പിൽ വരുന്നുണ്ട്. രാത്രി പണിയാനാണെങ്കിലും രാത്രി റണ്ണിങ്ങിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഈ ഒരു 2 ലൈറ്റ് നമുക്ക് കാണാനൊക്കെ ആയിട്ട് യൂസ്ഫുള്ളാണ്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പണ്ട് വന്നതിൽ ഒരു കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ഇതാട്ടോ. അത്യാവശ്യം വന്നതിൽ 2 സൈഡിലും കണ്ണാടി ഉണ്ടായിരുന്നു. മറ്റേ ചില ലോറിക്കൊക്കെ ഇങ്ങനെ ബസ്സിനൊക്കെ ഇങ്ങനത്തെ കണ്ണാടി ഉണ്ടല്ലോ, നല്ല രസമായിട്ട് നല്ല ലുക്കായിട്ടുള്ള കണ്ണാടി കാര്യങ്ങൾ. പിന്നെ ഇവിടെ വൈപ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ AC ഉള്ള ഓപ്ഷനും കാര്യങ്ങളും വണ്ടി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഈ മോഡലിന് AC ഇല്ല. ഇത് AC കൂളർ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇതാണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലായിടത്തും വിസിബിളായിട്ടുള്ള ചില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ചില്ലൊന്നും ഇല്ല, എല്ലാം പൊട്ടിപ്പോയേക്കാണ്. ഫ്രെയിം 2007 മോഡലാണ്, അതിൻ്റെ ഒരു പഴക്കമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാനുള്ള ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോക്ക് സംഗതികളൊക്കെയാണ്. ഈ മഡ് ഗാർഡ് എന്ന് പറയുന്നത് ഒരു ഫൈബറിൻ്റെ പീസാട്ടോ. ഇത് ഇരുമ്പൊന്നുമല്ല, ഫൈബറിൻ്റെ ഇതാണ്. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഫൈബറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടയർ വരുന്നത്. JCBൻ്റെ ഒരു അത്യാവശ്യം ഇച്ചിരി കൂടി വീതി കൂടിയ ആ ഒരു ടൈപ്പ് ടയർ. 2 ടൈപ്പ് ടയറൊക്കെ വരുന്നുണ്ട് വീതി അനുസരിച്ച്. ഇതിപ്പോൾ 16.9/28 എന്ന് പറയുന്ന സൈസ് ഉള്ള വീലാണ് ഇതിനുള്ളിൽ വന്നേക്കുന്നത്.
ഈ റിവ്യൂവിലോട്ട് വരുമ്പോട്ടല്ലേ മച്ചാമാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ കാലുകൾ എന്നൊക്കെ പലരും പറയും. ഇതാണ് സ്റ്റെബിലൈസർ. വണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കം കൂടാണ്ടൊക്കെ വെക്കുന്നതിനായിട്ടുള്ള ഒരു ഉപയോഗിക്കുന്ന ഒരു ഇതാണ് സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസറിൻ്റെ ഉള്ളിൽ സ്റ്റെബിലൈസറിൻ്റെ ഇത് അതിൻ്റെ റോഡുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ബൂട്ട് കാര്യങ്ങളുണ്ട്, ഉള്ളിൽ പാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിലിണ്ടർ, ഹൈഡ്രോളിക്കിൻ്റെ ഒരു സിലിണ്ടർ ഉള്ളിലുണ്ട്. കാരണം സ്റ്റെബിലൈസർ പൊക്കവും താത്തവും ചെയ്യാനായിട്ട്, ബൂട്ട് പൊക്കവും താത്തവും ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ കാണാം. ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഈ പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മച്ചാമാരെ ഈ പുറകിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും പണ്ട് ഞങ്ങളൊക്കെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്ന സാധനം ഇങ്ങനെ ഈ ഹിറ്റാച്ചികൾ ചെയ്യും പോലത്തെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. കുട്ടിക്കാലത്തൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഗതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോസിൻ്റെ പാടാട്ടോ. ഇത് ഹോസ് ഇങ്ങനെ ഇവിടെ ഒരയും ഈ ഒരു കിങ് പോസ്റ്റിൻ്റെ ഈ ഒരു പീസ് ഇതിങ്ങനെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഹൈഡ്രോ ക്ലാമ്പിൻ്റെ ഈ സംഗതികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഒരഞ്ഞ് പൊട്ടാതിരിക്കാനായിട്ടുള്ള ഒരു പാട് കാര്യങ്ങളൊക്കെയാണ്, ഹോസിനുള്ളൊരു കവറിങ്ങാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് കിങ് പോസ്റ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു മെഷീൻ്റെ പുറകിലത്തെ ആ ഒരു കൈ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതിൻ്റെ കിങ് പോസ്റ്റ് വരുന്നത്. കിങ് പോസ്റ്റ് ഇത് ഹൈഡ്രോ ക്ലാമ്പിൻ്റെ ജോയിൻറ്റ് കാര്യങ്ങൾ അതൊക്കെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാം. ഹൈഡ്രോ ക്ലാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു റെയിലിൽ കൂടി കൈ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനുള്ള അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോരും, സൈഡിലേക്ക് കൈകളിലാക്കിയിട്ട് നമുക്ക് പണിയാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു കാണുന്നത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ഓസുകൾ കാര്യങ്ങൾ, ഹൈഡ്രോളിക് ഓസുകൾ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഹൈഡ്രോ ക്ലാമ്പിൻ്റെ മൂവ് ചെയ്യാനുള്ള ഓസുകൾ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. 2007 മോഡലാണെങ്കിലും എല്ലാം പക്കയായിട്ട് ഓസും കാര്യങ്ങളും പാടൊക്കെ പക്ക ഇതാക്കിയിട്ടേക്കാണ്. പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ സ്വിങ്ങിൻ്റെ 2 സിലിണ്ടറാണ് കാണുന്നത്. ലെഫ്റ്റ് റൈറ്റ് 2 സൈഡിലേക്കുള്ള സ്വിങ്ങിന് 2 സിലിണ്ടർ, സ്വിങ് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ്. അതിൻ്റെ നേരെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അത് കിങ് പോസ്റ്റിലേക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ കിങ് പോസ്റ്റിൽ നിന്ന് നേരെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു ബൂമിൻ്റെ മെയിനായിട്ടുള്ള ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് നേരെ റിവേഴ്സാണ്. സാധാരണ JCBക്കൊക്കെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊടുത്തേക്കുന്നത്. ഇത് നേരെ റിവേഴ്സാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത പോകുന്നതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന അടുത്ത ഒരു സിലിണ്ടർ, ഇത് നേരെ സ്റ്റിക്കിലേക്കുള്ളതാണ്. സ്റ്റിക്കിലേക്കുള്ള സിലിണ്ടർ കാണുന്നുണ്ടോ, ടോപ്പിലേക്ക് പോകണുണ്ടോ, സ്റ്റിക്കിലേക്കാണ് പോകണത്. ആ ഒരൊറ്റ സിലിണ്ടർ, വലിയ സിലിണ്ടറാണ്. JCBനേക്കാളും കുറച്ചുകൂടി കൈനീളമൊക്കെ കൂടുതലാണ് കേട്ടോ വണ്ടിക്ക്. പിന്നെ ഈ ഒരു പോർഷൻ ബൂമെന്ന് പറയും. ഈ ഒരു മെയിനായിട്ടുള്ള ഭയങ്കര ഒരു വലിയ സ്ട്രക്ചറാണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഇതാണ്. ബാക്കി വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. കൈക്ക് നീളം കൂടുതലായതുകൊണ്ട് അത്യാവശ്യം കയറ്റം കയറുമ്പോഴൊക്കെ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ പഴയ വണ്ടിക്ക് ഫ്രണ്ട് പൊങ്ങിപ്പോകുന്ന ഒരു കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മെയിൻ പിന്ന് വരുന്നത്. ബൂമിൻ്റെ മെയിൻ പിന്നാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ തന്നെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റിക്ക്. ഈ ഒരു പോർഷനാണ് സ്റ്റിക്കിൻ്റെ സിലിണ്ടറാണ് ഈ കാണുന്നത്. സ്റ്റിക്കിൽ നിന്ന് ബക്കറ്റിലേക്ക് വന്നേക്കുന്ന ഡിപ്പറിലേക്കുള്ളൊരു സിലിണ്ടറാണ് കാണുന്നത്. ഇതിൻ്റെ എച്ച് ലിങ്കാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ലൊരു ഹെവി സ്റ്റിക്കാട്ടോ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും. ഇത് എച്ച് ലിങ്ക്, ഇതാണ് അതിൻ്റെ എച്ച് ലിങ്ക് വരുന്നത്. ബക്കറ്റിലേക്കാണ് നേരെ എച്ച് ലിങ്ക് പോയിരിക്കുന്നത്. അതിലെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓരോ പിന്ന് വെച്ചിട്ടാണ്. പിന്നും ബുഷും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഗ്രീസ് നിപ്പിളും കാര്യങ്ങളെല്ലാം സംഗതികളാണ്. ഇതിൻ്റെ ബക്കറ്റ് എന്ന് പറയുന്നത്, ബക്കറ്റ് സൈസ് എന്ന് പറയുമ്പോൾ 2.5 അടി ബക്കറ്റാട്ടോ വരുന്നത്. 2.5 അടി അത്യാവശ്യം ഒരു ഉള്ളുള്ള ടൈപ്പ്. ഇത് കമ്പനി ബക്കറ്റാണ്, അതിലൊന്നും വ്യത്യാസം വരുത്തില്ല. 2.5 അടിയുള്ളൊരു ബക്കറ്റാണ് ഇത് വരുന്നത്. അപ്പം മച്ചാമാരെ, ഇതാണ് കപ്പിത്താൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൽ ടെറക്സിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ടെറക്സിൻ്റെ ആ ഒരു കിരീടം പോലത്തെ ഒരു ഇതിനുള്ളിൽ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മീറ്റർ കാര്യങ്ങൾ, റണ്ണിങ്ങിൻ്റെ മീറ്ററും കാര്യങ്ങളും അവർ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഇതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ടെറക്സിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മീറ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും. ജസ്റ്റ് കീ ഒന്ന് ഓണാക്കി കാണിക്കാം. കണ്ടോ, മൊത്തം ക്ലസ്റ്റർ തെളിഞ്ഞ് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല കുറേ സെറ്റപ്പായിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ്. അതിൽ ന്യൂട്രലിൻ്റെ ഒരു ചിഹ്നം തെളിയുന്നുണ്ട്. ഫോർവേഡ് ബാക്ക്വേഡ് ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ
ഫോർവേഡ് ബാക്ക്വേഡ് ഇട്ട് കഴിയുമ്പോൾ ന്യൂട്രലിൻ്റെ ലൈറ്റ് ഓഫായി പോകും. പിന്നെ ഈ സൈഡിൽ കാണണമെന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് പുറത്തെ വണ്ടികൾക്കൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ കൂടിയ വണ്ടി പുറത്തുണ്ട്, അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും ഫോർവേഡ് ബാക്ക്വേഡിൻ്റെ ഫ്രണ്ട് ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളുടെയൊക്കെ സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇതാട്ടോ പോർഷനായിട്ടത്. ഈ കാണുന്ന ഈ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ തന്നെ കാണുന്ന ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് ബാക്ക്വേഡ് ന്യൂട്രൽ അങ്ങനെയുള്ള ഒരു ഇതാണ് ഈ ഒരു ലിവറിൽ വരുന്നത്. ഇത് നല്ല അത്യാവശ്യം നല്ലൊരു കുട്ടി സ്റ്റിയറിംഗ് ആണ്, രണ്ടൊരു ഇതായിട്ടുള്ളൊരു കുട്ടി സ്റ്റിയറിംഗ് ആണ് തന്നെ. ഇവിടെ ലൈറ്റുകളുടെയും കാര്യങ്ങളുടെയൊക്കെ കൺട്രോളൊക്കെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ ഹോണ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ടേണിങ്ങിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ടേപ്പ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഹൈഡ്രോളിക്കിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ. അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ നിലവിലിപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഗിയറിൻ്റെ ഒരു മാർക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. എത്ര ഗിയറാണ് ബാക്ക് ഹോൽ ഓർഡർ എന്ന് ചോദിക്കുമ്പോൾ ഈ ടെറക്സ് വെക്ടറയ്ക്ക് വരുന്ന 4 ഗിയറാണ് വരുന്നത്. 4 ഫോർവേഡിലും 4 ബാക്ക്വേഡിലും ഉണ്ട്. ആകെ മൊത്തം 4 ഉള്ളൂ. അതിൽ ഫോർവേഡിലും ബാക്ക്വേഡിലും 4 ഗിയറുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് പോലെയാണ്. ഇത് ഗിയർ മാറുമ്പോൾ ക്ലച്ച് ഇല്ല, നിലവിൽ ക്ലച്ച് നമുക്ക് വരുന്നില്ല. ഇതിൻ്റെ അടിവശത്ത് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു 2 പെഡൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോക്ക് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പെഡലുകളാണ്. ഒന്ന് ലെഫ്റ്റ് റൈറ്റ് ബ്രേക്ക് പെഡലുകളാണ്. നമുക്ക് ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്തിട്ട് വേണം ഇത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഈ ഒരു ഇത് കാണുന്നതാണ് ആക്സിലേറ്റർ. ഇവിടെയാണ് ആക്സിലേറ്റർ പെഡൽ വരുന്നത്. ഇതിൽ ക്ലച്ച് പെഡലില്ല. ക്ലച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്വിച്ചാണ്, ഓട്ടോമാറ്റിക് സ്വിച്ചാണ്. ഈ ഗിയറിൻ്റെ പുറകിൽ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് ഞെക്കിയിട്ടാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി മേളിലൊരു മഞ്ഞ ഒരു അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂസ് വയറിങ്ങിൻ്റെ ഫുൾ സെറ്റപ്പ് ഈ ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളൊരു ഇലക്ട്രിക്കിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ബൂട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് വളഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ട്. ലോഡറിൻ്റെ ലിവറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മേളിലൊരു മഞ്ഞ ക്യാപ്പ് ഒരെണ്ണം വരുന്നുണ്ട്, അത് നിലവിൽ മിസ്സായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ RPM കാര്യങ്ങളും ബാറ്ററിയുടെ സിഗ്നലും എല്ലാം കാണിക്കുന്ന ഒരു ചെറിയൊരു മീറ്ററാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നേക്കുന്നത്. ഈ മീറ്ററിൻ്റെ അകത്തും ഫ്യൂവല് കാര്യങ്ങൾ, ടെമ്പറേച്ചർ, RPM ഈ സംഗതി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്ക് മൊത്തം സ്വിച്ചാട്ടോ. പവർ മോഡിൻ്റെ, എക്കോ മോഡിൻ്റെ സ്വിച്ച് ഉണ്ട്, ലൈറ്റുകളുടെ ഉണ്ട്, ഹൈഡ്രോ ക്ലാമ്പിൻ്റെ ചാർജ് ചെയ്യുന്ന സ്വിച്ചുകളുണ്ട്. അങ്ങനെയുള്ള സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഇതാണ്. കുറച്ച് ഡമ്മി സ്വിച്ചുകളും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓരോരോ സാധനങ്ങൾ പിടിപ്പിക്കുന്നതാണ്. അതൊക്കെ എല്ലാം ഷീറ്റിട്ട് അടച്ചു വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇത് പുറത്തുള്ള വണ്ടിക്കൊക്കെ നോബൊക്കെ തന്നെ അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ തന്നെ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലാണ് ഇതിൻ്റെ ഇത് ഇഗ്നീഷൻ്റെ ഇത് മാറ്റി പിടിപ്പിച്ചിരിക്കുകയാണ്. വേറെ ഇതിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് നേരത്തെ വരുന്നത് ഇവിടെ ഈ സൈഡിലായിരിക്കും. ഇതിപ്പോൾ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ശരിക്കും ഇതിന് വരുന്നത്. ഇവിടെ ഡമ്മി സ്വിച്ചിൻ്റെ ഒരു ഇത് വരുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ കാണിക്കുന്നത് ഇതിനൊരു ഡാഷ് ബോർഡാട്ടോ. സൈഡിൽ നല്ലൊരു ലുക്കായിട്ട് കാറിൻ്റെയൊക്കെ ഇൻറ്റീരിയർ പോലത്തെ ഒരു ഇൻറ്റീരിയറാണ് തന്നെ. ഇവിടെ അത്യാവശ്യം നമുക്ക് കോട്ടൺ വേസ്റ്റ് സംഗതികൾ, ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ ബുക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാവുന്ന ഒരു പെട്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് സാധനങ്ങൾ മറ്റേ നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് ബ്രേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് പോകാനായിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ്, ഇതിൻ്റെ RPMൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാലയിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ നമുക്ക് ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്. ഈ ഒരു ലിവറിലാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആട്ടോ. അത് ഇച്ചിരി പഴക്കമുള്ളതാണ്, അതുകൊണ്ട് നല്ല ടൈറ്റായിട്ടിരിക്കണേ. അത്യാവശ്യം വലിച്ചൊക്കെ വേണ്ടി വരും. ഈ ഒരു ഇതിലാണ് RPM നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ കീയലല്ല കേട്ടോ നമ്മൾ ഓഫ് ചെയ്യുന്നത്. കീയെ തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഒരു കേബിളാണ്, കേബിൾ വലിച്ച് നമ്മൾ ഓഫ് ചെയ്യുന്നത്. സ്റ്റോപ്പറിൻ്റെ പഴയ ജീപ്പൊക്കെ ഓഫ് ചെയ്യുന്നല്ല, അതേപോലെ സ്റ്റോപ്പറിൻ്റെ ഒരു കേബിൾ ഉണ്ട് ഇതിന്. അങ്ങനെയാണ് ഇത് ഓഫ് ചെയ്യുന്നത്. നമുക്ക് കീയൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. കീയൽ ഓൺ ആക്കാം, കീയൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാനുവലാണ്, ഓട്ടോമാറ്റിക് കാര്യങ്ങളോ ഒന്നുമല്ല. അതാണ് നല്ല ശരിക്കുള്ളൊരു ഓപ്ഷൻ. ഫ്യൂസുകൾ കാര്യങ്ങളൊക്കെ മാറിയാൽ മതി, എല്ലാം സെറ്റാവും. അപ്പോൾ മച്ചാമാരെ ഈ ഒരു സൈഡിലായിട്ട് ഇതിലൊരു ഫൈബറിൻ്റെ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ബോക്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പ്ലാറ്റ്ഫോം നല്ല തകിടാട്ടോ. ഇത് കാണപ്പെടുന്ന ഇച്ചിരിയൊക്കെ ഇതൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി സൈഡിൽ മൊത്തം വിസിബിലിറ്റി ഉള്ളൊരു റൗണ്ട് ഗ്ലാസ്സാണ്.
ഈ സൈഡിൽ വന്നേക്കുന്നത്. ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ടേക്ക് ഗ്ലാസ് ഡോറിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് മടക്കി വെക്കുകയാണ്. ഈ രണ്ട് സൈഡിൽ റൗണ്ട് ഗ്ലാസ്സാണ് വന്നത്. നല്ല വിസിബിലിറ്റി ഉള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാബിനാട്ടോ. ഈ ഒരു സൈഡിൽ മാത്രം ചെറുതായിട്ടൊരു വിസിബിലിറ്റി കുറവ് തന്നെയുള്ളൂ. കാരണം ഇവിടെ ഇച്ചിരി ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒരു ഇത് തന്നെ. പിന്നെ ഈ ഒരു പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ എ സി ഓപ്ഷനുള്ള പുറത്തെ വണ്ടിയുടെയൊക്കെ എ സിയും കാര്യങ്ങളൊക്കെ തന്നെ അതേപോലത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. പിന്നെ ഇൻറ്റീരിയർ ടോപ്പിലാണെങ്കിൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓരോ ഇച്ചിരി ബഡ്ജ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ബഡ്ജ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ലിവറിൻ്റെ എല്ലാത്തിൻ്റെ അറ്റത്ത് ഓരോ മഞ്ഞ പോയിൻ്റ് കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണിത്. നല്ല ഡിസൈൻ, ലിവർ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെബിലൈസർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന ഒരു 2 ലിവറാണ് ഇത് വരുന്നത്. ചില വണ്ടിക്ക് ഈ ഒരു സൈഡിൽ ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പം സെൻറ്ററിലാണ് വന്നേക്കുന്നത്. ഈ ഒരൊറ്റ പൈലറ്റ് ലിവർ, ഇതിൻ്റെ ബാക്ക് ഹോയുടെ ഒരു പൈലറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ഒരു 2 ലിവറിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും ഹിറ്റാച്ചിയുടെയും ബാക്ക് ഹോയുടെയും പൈലറ്റ് കൺട്രോളിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് വ്യക്തമാക്കാം. എക്സ്കവേറ്ററുകൾക്ക് വരുന്നതെന്ന് പറയുമ്പോൾ പ്ലസ് പൊസിഷനായിരിക്കും. ഇത് ബാക്ക് ഹോ ലോഡറാണ്. ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിന് വരുന്ന ടെറക്സ് വെക്ടർ 2007 മോഡലിന് വരുന്നതെന്ന് പറയുമ്പോൾ ഇൻഡു പൊസിഷനാണ്. പ്ലസ്സും ഇൻഡും 2 ടൈപ്പ് അതിൻ്റെ പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് കാണിക്കുമ്പോഴത്തേക്കും ഇതിലുള്ള സ്റ്റിക്ക് കാര്യങ്ങൾ, ഇതിലേക്ക് ബൂം നേരെ താത്താനും ഇങ്ങോട്ട് കാണിക്കുമ്പോൾ ബൂം പൊക്കാനുമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലോട്ട് കാണിക്കുമ്പോഴത്തേക്കും സ്വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കറങ്ങി അങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് കറങ്ങി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആക്ഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതാണ് മെയിനായിട്ടുള്ള ഈ ഒരു പൈലറ്റ് ലിവറിലെ ഓരോ പാറ്റേൺ വരുന്നത്. ഈ സൈഡിലാണ് ഇതിൻ്റെ ബക്കറ്റ് കാര്യങ്ങൾ ഓപ്ഷനെല്ലാം വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ബി എസ് ആട്ടോ. ബക്കറ്റ് ബൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മുടെ മെഷീനിന് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാറ്റേണാണ് ഇനി വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്യാറ്റ് തുടങ്ങി അങ്ങനെയുള്ള മെഷീനറീസിനും ചില പുറത്തുള്ള മെഷീൻസിനൊക്കെ പ്ലസ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കൺട്രോൾ വാൽവ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു വാൽവ് നമ്മൾ ചവിട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലെ പൈലറ്റ് കൺട്രോളിൻ്റെ ആ ഒരു പാറ്റേൺ മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു ഓപ്ഷനുള്ള മെഷീൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നിലവിലെന്ന് പറയുമ്പോൾ ഇത് ഇൻഡു ഓപ്ഷനാണ് ഈ ഒരു ഇതിന് വരുന്നത്. ചാമാരെ, നമുക്ക് ടെറക്സ് വെക്ടറയുടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അനക്കി ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം മച്ചാന്മാരെ, മണ്ണുമാന്തിയുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പറയുക ടെറക്സ് എക്സ്ട്ര 2007 മോഡൽ ടർബോ ചാർജർ, ഫസ്റ്റത്തെ ടർബോ ചാർജർ വന്ന് JCB ശേഷം ടർബോ ചാർജർ വന്നിരിക്കുകയാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുന്നതിനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും